നല്ല ജലദോഷവും മൂക്കടപ്പും ഉള്ളപ്പോൾ മൂക്ക് ചീറ്റുന്ന അവസരത്തിൽ മൂക്കിൽ നിന്ന് രക്തം വരാറില്ലേ? ഇതിന് എപ്പിസ്റ്റാസിസ് എന്നാ പറയാ. നേസൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിലെ ദശവളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് എപ്പിസ്റ്റാസിസ്. ഞാൻ ഡോക്ടർ സനീറ, ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ആണ്. നോർത്ത് പറവൂരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ക്ലിനിക്കിൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ഒരു കുട്ടിയായിട്ട് വന്നു. അവന് സ്ഥിരമായി മൂക്കടപ്പ്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ മൂക്ക് അടഞ്ഞിരിക്കുന്നതോടെ ഉറങ്ങാൻ പ്രയാസം, കൂർക്കം വലി, ഏതു നേരം കയ്യിൽ തുവാല കൊണ്ട് നടക്കണം, മൂക്കൊലിപ്പാണ്. അപ്പോൾ ഈ ഇടയായിട്ട് മൂക്കിൽ നിന്ന് രക്തം കണ്ടു തുടങ്ങിയപ്പോഴാണ് അമ്മ ക്ലിനിക്കിൽ കൊണ്ടുവരുന്നത്. നേസൽ പോളിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നോക്കാം. എല്ലാവരും മൂക്കിനകത്ത് ഒരു വളരെ നേർത്ത മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. ഇതൊരു ഈർപ്പം നിറഞ്ഞൊരു ലൈനിങ് ആണ്. ഏതെങ്കിലും രീതിയിലൊരു ഇറിറ്റേഷൻ അതിൽ വന്നാൽ, ഉദാഹരണത്തിന് ക്രോണിക്കായിട്ട് സൈനസൈറ്റിസോ അല്ലെങ്കിൽ ക്രോണിക്കായിട്ട്, അതായത് കുറേ നാളുകളായിട്ട് ആസ്മയൊക്കെ ഉള്ളവരിൽ, പ്രത്യേകിച്ച് അലർജി ഉള്ളവരിലൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് അടിക്കടി ഈ ഇറിറ്റേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മ്യൂക്കോസൽ ലൈനിങ്ങിൽ ചെറിയ ചെറിയ മുഴകൾ ഉണ്ടാകും. ഇത് പേടിക്കേണ്ടതല്ല, കാരണം ഇത് സോഫ്റ്റാണ്, ഇതിന് പ്രത്യേകിച്ച് പെയിൻ ഒന്നുമില്ല, പിന്നെ ക്യാൻസർ ആവുന്ന ഭയക്കേം വേണ്ട. നമ്മൾ നേസൽ എൻഡോസ്കോപ്പി ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പിങ്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലാണ് ഇതിനെ കാണാറ്. ഇതിൽ നിന്നാണ് ഈ രക്തം പൊടിയുന്നത്. കാരണം ഈ നേസൽ പോളിപ്പ് വല്ലാതെ വലുപ്പം വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയാലോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ കാരണം കുഞ്ഞു മൂക്ക് റബ്ബ് ചെയ്യാനോ മൂക്കിനകവശത്ത് വിരലിട്ട് നോക്കാനോ ഒക്കെ ചാൻസ് ഉള്ളപ്പോഴാണ് ഇത് പൊട്ടിയിട്ട് ഇതിൽ നിന്ന് രക്തം വരുന്നത്. അല്ലെങ്കിൽ ഇത് അത്ര ഹാംഫുൾ ഒരു കണ്ടീഷൻ അല്ല. നേസൽ പോളിപ്പ് പൊതുവായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്, ആൻഡ്രോക്വാനൽ ടൈപ്പും എത്മോയ്ഡൽ ടൈപ്പും. ആൻഡ്രോക്വാനൽ ടൈപ്പ് കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. ഏതെങ്കിലും ഒരു മൂക്കിലായിട്ടായിരിക്കും, കുറച്ച് വലിപ്പം കൂടിയ പോളിപ്പാണ്. അത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ കവിളിൻ്റെ മുൻവശത്തുള്ള ഈ എയർ ഫിൽഡ് സ്പേസസ്, ഈ സൈനസിൽ നിന്നാണ് അത് കൂടുതലായി ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എത്മോയ്ഡൽ പോളിപ്പ് കൂടുതൽ മുതിർന്നവരിലാണ് കാണുന്നത്. അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുന്തിരിക്കൊലയുടെ വലുപ്പത്തിലായിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ട് മൂക്കിൻ്റെ ഈ 2 സൈഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന, അതായത് എത്മോയ്ഡൽ സൈനസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പോളിപ്പ്. പോളിപ്പിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ പൊതുവായി കൂർക്കം വലി ഉണ്ടാകും. രാത്രിയിൽ ഉറങ്ങാൻ ശ്വാസതടസ്സം കാരണം പ്രയാസം ഉണ്ടാകും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശക്തിയായിട്ട് മൂക്കിൽ നിന്ന് കഫം വന്നുകൊണ്ടിരിക്കും. പിന്നെ സ്മെല്ല് കിട്ടൂല, നല്ല രീതിയിൽ ഫുഡിൻ്റെ ടേസ്റ്റ് അനുഭവപ്പെടൂല. സൈനസ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തൊരു പ്രഷർ അനുഭവപ്പെടാനും കുമ്പിടുമ്പോൾ എല്ലാം നല്ല തലവേദന ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ചില കോംപ്ലിക്കേഷൻസും ഉണ്ടാകാറുണ്ട്. ഈ പോളിപ്പ് ഇരുന്നുകൊണ്ട് ഇൻഫെക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രക്തം വരാനും, ഇൻഫെക്ഷൻ ചിലപ്പോഴെങ്കിലും വളരെ അപൂർവമായിട്ട് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസ് ആവാനും ചാൻസ് ഉണ്ട്. വളരെ പഴക്കം ചെന്നുകൊണ്ട് ഈ പോളിപ്പ് ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൂക്കിനകത്തുള്ള എല്ലുകൾക്കൊക്കെ ചെറിയ രീതിയിൽ ദ്രവിക്കാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ഇതിൻ്റെ പ്രകൃതം നോക്കിയിട്ട്, അതായത് ഏത് മൂക്കിലാണ് വളർച്ച, ഏത് രീതിയിലുള്ള മൂക്കിൽ നിന്ന് ഏത് രീതിയിലുള്ള രക്തം കലർന്നാണോ അല്ലെങ്കിൽ മഞ്ഞയോ പച്ചയോ കളറിലുള്ള ഡിസ്ചാർജ് ആണോ വരുന്നത്, അങ്ങനെ ആ പ്രകൃതം നോക്കിയിട്ടാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോളിപ്പ് ചുരുങ്ങി പോകാനും അതിൻ്റെ കണക്റ്റഡായി വന്ന സിംറ്റംസ് എല്ലാം റിലീവ് ചെയ്യാനും ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് സാധിക്കും. ഒരു ഡോക്ടറുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഏത് പോളിപ്പാണെന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്യും. അത് ലക്ഷണങ്ങളിലൂടെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ നേസൽ എൻഡോസ്കോപ്പി, അതായത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ചെറിയ ക്യാമറ മൂക്കിനകത്ത് പ്രവേശിപ്പിച്ചിട്ടാണ് നോക്കുക. പിന്നെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ആയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചിലപ്പോൾ CT സ്കാനിങ്ങിൻ്റെ ആവശ്യം വരും. നേസൽ പോളിപ്പ് വളരെ സിമ്പിളാണ്. നമുക്ക് തുടക്കത്തിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം മാറ്റാം. പക്ഷേ കോംപ്ലിക്കേഷൻസിലോട്ട് എത്താതെ നോക്കേണ്ടത് വീട്ടിൽ നമ്മൾ അമ്മ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം അലർജി ഉള്ള കുട്ടികളുടെ റൂമിൽ ഡസ്റ്റ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിക്കുക. പിന്നെ പെറ്റ്സിനൊന്നും, അതായത് പട്ടി പൂച്ച ഇതിനൊന്നും റൂമിനകത്ത് കയറ്റാതിരിക്കാൻ നോക്കുക. പിന്നെ കാർപ്പറ്റ് അല്ലെങ്കിൽ കുട്ടി ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്, പില്ലോ ഇതെല്ലാം ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കിയിട്ട് മാത്രം കുട്ടിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക. അങ്ങനെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നേസൽ പോളിപ്പ് വന്നു കഴിഞ്ഞാൽ ഈ റൂമിനകത്ത് പെർഫ്യൂം ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ സലൈൻ ഉപയോഗിച്ച് മൂക്കിനകത്ത് ഇറ്റിക്കുന്നത് മൂക്ക് തുറക്കാൻ സഹായിക്കും. ബുദ്ധിമുട്ടുള്ളപ്പോൾ സ്റ്റീം ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള ഹോം കെയർസ് ഒക്കെ എടുക്കുക. അപ്പോൾ എപ്പോൾ നേസൽ പോളിപ്പിന് ഡൗട്ട് വന്നാലും നമുക്കത് മൂക്കിന് അകവശം പരിശോധിച്ചാലാണ് ശരിക്കും അത് മനസ്സിലാകുക.
പിന്നെ കുട്ടികളിൽ പൊതുവേ കാണുന്ന അഡിനോയിഡ്സിനായിട്ട് ഇതിൻ്റെ കുറേ സിംറ്റംസ് സിമിലർ ആണ്. പക്ഷെ അഡിനോയിഡ്സിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വളർച്ച മൂക്കിന് പുറകുവശത്താണ്. അത് എക്സ്റേയിലൂടെ മാത്രമേ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ മൂക്കിന് അകവശം പരിശോധിക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. പിന്നെ അഡിനോയിഡ്സിൽ ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നതും സ്മെല്ല് നഷ്ടപ്പെടുന്നതും ഒക്കെ കൂടുതലും പോളിപ്സിലാണ് കാണാറ്. അഡിനോയിഡ്സിൽ അത് കാണാറില്ല. പിന്നെ പോളിപ്പ് മുതിർന്ന ആൾക്കാരിലും വരാറുണ്ട്. അഡിനോയിഡ്സ് ആണെങ്കിൽ ഒരു 8-10 വയസ്സാകുമ്പോഴേക്കും തനിയെ അത് ചുരുങ്ങി പോകാറാണ്. അപ്പോൾ വീട്ടിൽ ശ്രദ്ധിച്ചുകൊണ്ടും നമ്മൾ റൈറ്റ് ടൈമിൽ മരുന്ന് എടുത്തുകൊണ്ടും കുറച്ച് നാൾ തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടും നമുക്ക് നേസൽ പോളിപ്പിനെ കൺട്രോളിൽ വരുത്താവുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ഇൻഫോർമേഷൻ ആയിട്ട് വരാം. ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു.